മഴ തോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ കൃഷ്ണയും ബബിതയും വന്നിട്ട് പറയുക, എന്തായാലും ഇപ്പോൾ എൻ്റെ അടുത്ത് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അതെന്താ നിൻ്റെ തോന്നല, എനിക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. അപ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല കൃഷ്ണയെടുത്ത് എനിക്ക് തോന്നുന്നു കൃഷ്ണയെടുത്ത സ്നേഹമെന്ന്, എനിക്ക് രണ്ട് അനിയത്തിമാരും ഒന്നുപോലെയാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയ്ക്ക് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പുറത്തുനിന്ന് ശിവൻ വരുന്നത്. അങ്ങനെ ശിവൻ വരുമ്പോഴത്തേക്കും ആദ്യം അലീനയെടുത്ത കാര്യം പറഞ്ഞിട്ട് വരുന്നേ. അപ്പോഴത്തേക്കും പറയുക, ഇപ്പം ഞങ്ങളെയൊന്നും ആർക്കും വേണ്ട, ഇപ്പം അലീന ചേച്ചി മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് ഇഷ്ടമില്ലേ, അതുപോലെ തന്നെയാണ് എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയവർ ഇപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടുന്നത്, അതിന് വല്ല കുഴപ്പമുണ്ടോ ബബിതയെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കുഴപ്പം, എനിക്കിപ്പോഴാണ് സന്തോഷമായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിയ്ക്കുക. അങ്ങനെ ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓരോന്നും എപ്പോഴും വഴക്ക് പറയാറില്ലേ എല്ലാവരും, എന്തായാലും ഇതിനൊരു അന്തിമഘട്ടമായല്ലോ, എനിക്ക് അതിനൊരു സന്തോഷമായി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് അന്വേഷിക്കുക, വൈജയന്തി എവിടെയെന്ന് പറഞ്ഞ്. അങ്ങനെ റൂമിലുണ്ട്, പോയി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും ചർച്ച നല്ല രീതിയിൽ അവസാനിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുക ശിവനെ. അങ്ങനെ ശിവനാണെങ്കിൽ വൈജയന്തി കാണാൻ പോകുന്നുണ്ട്. വൈജയന്തി കണ്ടിട്ട് പറയുക, എന്നാ എന്നെ ഫോൺ വിളിച്ച് ഭയങ്കര പരാതിയാണല്ലോ നിനക്ക്, നിൻ്റെ പരാതി ഞാൻ നേരിട്ട് കേൾക്കാൻ തന്നെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വൈജയന്തി പറയുന്നു, അത് എനിക്ക് എന്ത് പരാതിയൊന്നും അറിയില്ലേ, ഈ വീട്ടിലെ ഒരു ശത്രു ഉണ്ടല്ലോ എനിക്ക്, അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലേ എനിക്കിവിടെ സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പണ്ടത്തെ പോലെ എനിക്ക് എൻ്റെ മക്കളും കുടുംബവും എനിക്ക് തിരിച്ചു വേണം, അതിന് അവൾ ഈ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ എന്നും തിരിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശിവൻ പറയുന്നുണ്ട്, ഇനി നീ അലീന പോയ ശേഷം ഒരു പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്, അവളിവിടെ നിന്നോട്ടെ, ഇവിടെ നിന്ന് സ്വന്തം മോളെപ്പോലെ നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വകയിലാണ് ഞാൻ അവളെ സ്വന്തം വകയിൽ മോളെപ്പോലെ നോക്കാൻ, ആ വകയൊന്നും ഇവിടെ വേണ്ട, എന്തായാലും എൻ്റെ മോളല്ലല്ലോ ഞാൻ സ്നേഹിക്കാൻ, ബാലചന്ദ്രൻ്റെ മോളാണെങ്കിൽ ബാലചന്ദ്രൻ വേറെ വീട്ടിൽ കൊണ്ടിട്ട് നോക്കട്ടെ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിൽ അംഗീകരിക്കില്ല എന്ന് തറച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് പറയുക, ഇത്ര ഉറപ്പിച്ച് പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളുടെ അടുത്ത്, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എനിക്ക് ആങ്ങളമാരായിട്ട് നിങ്ങളൊക്കെ ഉള്ളൂ പറയാൻ, അതുകൊണ്ട് ഇത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ അവളെ ന്യായീകരിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വരണ്ട എന്ന് ശിവനടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എന്തോന്നില്ലാത്ത ഒരു ദയനീയ അവസ്ഥയിൽ ശിവൻ നിൽക്കുക, എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ്. എന്തായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഈ വീട്ടിൽ അലീനയുടെ പേരും പറഞ്ഞ, ഇപ്പോൾ മക്കൾക്കാണെങ്കിലും അവളുടെ അടുത്താണ് ഇഷ്ടം, എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഞാനിവിടെ ഈ വീട്ടിൽ ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല, അതാ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് ശിവനടുത്ത്. ശിവൻ പറയുക, അത് ഓരോരുത്തരുടെ പെരുമാറ്റ രീതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്, അതുമാത്രമല്ല നമ്മുടെ ഓരോ കാര്യം നമുക്ക് അറിയാമല്ലോ, നമ്മൾ തറവാട്ടിലെ കാര്യമൊക്കെ, അവിടെ ഹരിയുടെ കാര്യത്തിൽ വളരെ വിഷമിച്ചാണ് ഞാനിരിക്കുന്നത്, അതിനിടയ്ക്കാണ് നിൻ്റെ ഇവിടുത്തെ ഈ അലീനയുടെ കാര്യം, എന്താ ഇതൊരു വലിയ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ കൊച്ചിവിടെ വന്നിട്ടുണ്ടായിരുന്നു കുടുംബമായിട്ട്, എന്തിനാ എന്നും ചോദിച്ചപ്പോഴത്തേക്കും പറയുക, അലീനെ കാണാനാണ് വന്നതെന്ന്, എന്തായാലും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അത് അനുവദിക്കാൻ പാടില്ല എന്ന് ശിവനടുത്ത് വൈജയന്തി പറയുന്നുണ്ട്. അതിനെന്താ, അലീനെ കാണാൻ വന്നതല്ലേ എന്ന് പറയുന്നുണ്ട് ശിവൻ. അന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അന്ന് ഞാൻ പറഞ്ഞപ്പം നിങ്ങളാരും വിചാരിച്ചില്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ പ്രതികരണമായിരുന്നേ, ഇപ്പം എന്താ അലീനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മുതൽ മനസ്സിലാക്കിയിരിക്കുക, എന്ത് പറഞ്ഞാലും ഇപ്പം കുറ്റപ്പെടുത്തലേ ഉള്ളൂ എന്നെ മാത്രം എന്ന് പറയുന്നുണ്ട്. ആ നിൻ്റെ തോന്നല വൈജയന്തി, എല്ലാം നിനക്ക് മനസ്സിലാകുമ്പോൾ എല്ലാം മനസ്സിലാവും, എത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിവൻ പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഹരിയുടെ തീരുമാനം എന്താണെന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ശിവൻ്റെ അടുത്ത്. അത് എനിക്ക് അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കണം, എന്താണെന്ന് ചോദിച്ചാലേ വീണ്ടും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവനാണെങ്കിൽ ശരണ്യൻ്റെ അച്ഛനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് പറയുക, എന്തായാലും ഇതെല്ലാം ഒരു തെറ്റായിട്ട് കരുതി മാപ്പ് തന്നൂടെ, ഒരു കേസിലും ഇനി കൊടുക്കാൻ പാടില്ല, അതുമാത്രമല്ല അവനെ ഒന്ന് ഒഴിവാക്കി കൂടെ കേസിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവനെ ഒന്നിനും ഒഴിവാക്കാൻ ഞങ്ങൾ പോകുന്നില്ല, എന്തൊക്കെയുണ്ടോ എല്ലാ ചാർജ് ഞങ്ങൾ കൂട്ടി
ഇത് എല്ലാത്തിലും മൊത്തത്തിൽ അവനെ ജയിലിലാക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇനി വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അമ്മ ചോദിക്കുക, ആരാ ഫോൺ വിളിച്ചത്, എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും പറയുന്നുണ്ട്, ആ ഹരിയുടെ അച്ഛൻ വിളിച്ചായിരുന്നു, എന്തായാലും ഈ കേസൊന്ന് തീർക്കണം എന്ന് പറഞ്ഞതാ. എന്താ ഒത്തുതീർക്കാനോ? അതൊരിക്കലും പറ്റില്ല. ഒത്തുതീർപ്പിന് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഒരു ഒത്തുതീർപ്പിന് ആരും മുതിരുന്നില്ല. അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരുന്ന ശരണ്യ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പണമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. എനിക്ക് അലീനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നിരിക്കുന്നത്, ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ ആ കാര്യം എൻ്റെ അടുത്ത് പറയാൻ വരരുത്, എനിക്ക് ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വിഷമത്തോടെ ഇരിക്കുക ശരണ്യയുടെ അച്ഛനും അമ്മയും. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇത് ഏതുവരെ പോകുമെന്ന് നോക്കാം, എന്നാൽ കേസ് ഒത്തുതീർക്കാൻ ഒരു തീരുമാനം നമ്മൾ തീരുമാനിച്ചിട്ടില്ല അല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ശരണ്യയുടെ അടുത്ത്. അപ്പോഴത്തേക്കും പറഞ്ഞ്, അത് തന്നെയാണ് എൻ്റെ തീരുമാനം, അത് തന്നെയാണ് എൻ്റെ ജീവിതം വെച്ചാൽ കളിച്ചത്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹരിയുടെ അച്ഛൻ വിളിച്ചായിരുന്നു ഒരു ഒത്തുതീർപ്പിന് വേണ്ടി. എന്തായാലും ഞാൻ അതിന് സമ്മതിക്കില്ല, അത്ര തന്നെയാണ്. എന്തായാലും എന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വിളിക്കരുതെന്ന് മോളൊന്ന് പറഞ്ഞേക്കണം എന്ന് ശരണ്യയെടുത്ത് പറയുന്നുണ്ട് വീണ്ടും ശരണ്യയുടെ അച്ഛൻ. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ പറയുന്നത് കേട്ടുകൊണ്ട് അലീന നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന പറയുന്നുണ്ട്, ഇനി ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുകയും ചെയ്യുന്നു, വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വൈജയന്തി പറയുക, ഇത് ആരെക്കുറിച്ചാണ് എവിടെ സംസാരിക്കുന്നത് അലീന? എന്തായാലും ഭയങ്കര ചർച്ചയാണല്ലോ, ഈ വീട്ടിലെ വലിയൊരു കാരണവരായി മാറിയിരിക്കുക അവൾ. എന്തായാലും എൻ്റെ സ്ഥാനം വരണമെങ്കിൽ ഇനി ഈ വീട്ടിൽ നിന്ന് അവൾ പോയേ തന്നെ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കണ്ടിട്ട് ബാലചന്ദ്രൻ പറയുക, എന്തായാലും ഒരു കാര്യം മറക്കരുത്, ഹരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ, അല്ലായെങ്കിൽ അവർ ആകെ തളർന്നു പോകും ആ വീട്ടുകാരെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വീണ്ടും പറയുന്നു, എന്തായാലും ഒരാൾക്ക് ഒരബദ്ധം പറ്റിയതെന്ന് പറയാൻ പറ്റില്ല, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാവൻ, അത് എൻ്റെ മോനെ കൂടെ വലിച്ചഴിച്ചു ഇതിലേക്ക്, അതുകൊണ്ട് ഞാനും അത് ഒരിക്കലും പൊറുക്കില്ല എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് രോഹിത്ത് നിൽപ്പുണ്ടായിരുന്നു അവിടെ. രോഹിത്ത് പറയുക, ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്, ഞാനും കൂടെ പോകേണ്ടയില്ലായിരുന്നു, പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം അച്ഛാന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് നമുക്കറിയാമല്ലോ, അതുകൊണ്ടല്ലേ ഇന്ന് നീ ഇവിടെ ഇരിക്കുന്നേ, അത് ആ കൊച്ചിൻ്റെ നല്ലൊരു മനസ്സ് കാരണമാണ് അങ്ങനെ കോടതിയിൽ പറയാനും ഇന്ന് നിൻ്റെ ജീവിതം ഇങ്ങനെ തിരികെ കിട്ടിയതിനും കാരണം, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോയാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്നാണ് അലീനയുടെ അടുത്ത് വൈജയന്തി പറഞ്ഞിരിക്കുന്നത്. അതിനൊരു തീരുമാനം ഇനി എത്രയും പെട്ടെന്ന് ഉണ്ടാകും, അത് എന്താണെന്ന് കണ്ട് എന്നെ അറിയാം എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും എപ്പോഴും വഴക്ക് പറയുക അവരുടെ ഓരോ ചിന്തകൾ. എനിക്കാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കാനേ പറ്റുന്നില്ല ഈ വീട്ടിൽ. ഇനി അലീനയാണെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കില്ല. എന്തായാലും അത്രയ്ക്ക് ഒരു വിഷമത്തിലിരിക്കുക ആ കുട്ടിയും ഈ കാര്യം കൊണ്ട്. അവളെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ ആവാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ അമ്മയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും എന്നാൽ അലീനടുത്ത സ്നേഹം മുഴുവനും. അതുകൊണ്ട് അമ്മയോടുള്ള ആ ഒരു ദേഷ്യവും ഇപ്പം അലീനടുത്ത് കാണിക്കാൻ പറ്റില്ല. എന്നാൽ അലീനയാണെങ്കിൽ ഒന്നും അറിയില്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണ. എന്നാൽ ബബിത ഇതൊന്നും അറിയാതെ തന്നെ അലീന ചേച്ചിയെ സ്നേഹിക്കുന്നല്ലോ എന്ന് കൃഷ്ണ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഒരു കാര്യമേ ഇനി പറയാനുള്ളൂ, ഇനി രോഹിത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ച് ഓരോന്ന് കൂട്ടും. അതിന് നമുക്ക് വഴിയൊരുക്കിക്കൂടാ, എങ്ങനെയെങ്കിലും അവനെ കോളേജിലേക്കൊന്ന് പോയി സംസാരിക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ അലീന വരുന്നത്. അലീന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തന്നെ അവിടേക്ക് പോവാം, സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, നീ എന്നെ പോയി സംസാരിക്കുക എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്.